നമസ്കാരം. ഞാൻ കൃഷ്ണൻ കാട്ടുപറമ്പിൽ, മലപ്പുറം ജില്ലയിൽ താനൂർ നിവാസിയാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലമായി. ഇന്ന് രാവിലെ വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. കൊല്ലം ജില്ലയിൽ നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ അയച്ചു കൊടുത്ത ഒരു പ്രഭാഷണം കേട്ട ശേഷം എന്നോടൊരാവശ്യം ഉന്നയിച്ചു. കൃഷ്ണേട്ടന് കുറച്ച് സമയം ആംഗലേയ പദങ്ങൾ ഉപയോഗിക്കാതെ സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്കാമോ എന്നാണ് ചോദിച്ചത്. ഇതേ ചോദ്യം കുറച്ച് നാളുകൾക്ക് മുൻപ് എൻ്റെ ഒരു സഹപ്രവർത്തകൻ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ശ്രീ മധുവേട്ടൻ ചോദിച്ചിരുന്നു. അന്ന് ഞാനത് അത്ര വലിയ കാര്യമാക്കിയില്ല എന്നതാണ് പ്രധാനം. ഇന്ന് ഈ ചോദ്യം വീണ്ടും വന്നപ്പോൾ ഈ രണ്ടു പേരും ചോദിച്ചതിന് പിന്നിൽ ഒരു സതുദ്ദേശം ഇല്ലേ എന്നെനിക്ക് തോന്നി. ഉണ്ട്. ആംഗലേയ പദങ്ങളില്ലാതെ മലയാള ഭാഷ സ്ഫുടതയോടെ സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ചാളുകളെങ്കിലും നമുക്ക് ചുറ്റിലും നമുക്കിടയിലുമുണ്ട്. എന്നാൽ ചില ദൃശ്യമാധ്യമങ്ങളിൽ ഇത്തരം മത്സരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആംഗലേയ പദങ്ങൾ ഉപയോഗിക്കാതെ കുറച്ച് സമയം സംസാരിക്കുക. മത്സരാർത്ഥികളിൽ ചിലർ അറിയാതെ ആംഗലേയ പദങ്ങൾ ഉരുവിടാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് അത് കണ്ടുപിടിക്കാനായി സാഗൂതം ഇരിക്കുന്ന പ്രേക്ഷകരും. അറിയാതെ വന്നു പോകുന്ന ആ പദങ്ങൾ കേട്ട ഉടനെ അതിൽ പങ്കെടുക്കുന്ന ആൾ പുറത്താവും. അങ്ങനെയാണത് നടത്താറുള്ളത്. പ്രതീക്ഷയോടെ ഉത്സാഹത്തോടെ അമളി പറ്റുന്നത് കണ്ട് ചിരിക്കാൻ ഉള്ള വ്യഗ്രതയിൽ ഇരിക്കുന്നവരാണ് കൂടുതലും അത്തരം അവസരങ്ങളിൽ കാണാൻ കഴിയുക. എന്നാൽ ഇതൊരു വെല്ലുവിളി ആയി ഏറ്റെടുത്താൽ എങ്ങനെയുണ്ടാവും? മലയാളം അത്രയും ഭംഗിയുള്ള ഭാഷയാണ്. നമ്മുടെ മാതൃഭാഷയെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആര് സ്നേഹിക്കും? അതിന് മധുരിമയും മധുരവും അത് അമൃതുള്ളതുമാണെന്ന് ബോധ്യപ്പെടേണ്ടത് നമുക്ക് തന്നെയാണ്. നമ്മുടെ പഠന രീതി ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ത്രിമാന പഠന രീതിയാണത്. മാതൃഭാഷ, അതോട് ചേർന്ന് രാഷ്ട്രഭാഷ, അതിനോടൊപ്പം തന്നെ വിദേശത്ത് നിന്ന് വന്ന ആംഗലേയ ഭാഷ. ഈ 3 ഭാഷകളും പഠിക്കുന്ന നമ്മൾക്ക് മൂന്നിലും ഏതെങ്കിലും ഒന്ന് വ്യക്തതയോടെ സ്ഫുടതയോടെ പറയാൻ കഴിയാറില്ല. അതിന് ശ്രമിക്കാറുമില്ല. ചിലർക്കൊക്കെ അതിന് പറ്റാറുണ്ട് എന്നുള്ളത് സ്വീകരിച്ചു കൊണ്ട് തന്നെയാണ് ഈ അഭിപ്രായം ഞാൻ പറയുന്നത്. ഇന്ന് എന്നോട് ഈ ആവശ്യം ഉന്നയിച്ച എൻ്റെ 2 സുഹൃത്തുക്കളുടെയും വെല്ലുവിളി ഒരു ഭാഷണത്തിലൂടെ ഏറ്റെടുക്കാം എന്നൊരു ചിന്ത എനിക്ക് തോന്നുകയുണ്ടായി. അതിൻ്റെ ഫലമാണ് ഈ പ്രഭാഷണം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങളിൽ ചിലർക്കും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. അതിലൊരുപാട് ശരികളുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി ഇതോട് ചേർത്ത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഏതാണ്ട് 24 വയസ്സിനോട് അടുത്ത് ജോലി കിട്ടി നമ്മുടെ തലസ്ഥാനം നഗരിയായ തിരുവനന്തപുരത്ത് ശ്രീ അനന്തപത്മനാഭൻ്റെ മണ്ണിൽ എത്തിയ ഒരാളായിരുന്നു ഞാൻ. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകൾ അവിടെ ഉപയോഗിക്കുന്ന പദങ്ങൾ തെക്കൻ ജില്ലകളിൽ കളിയാക്കപ്പെടാനും വിമർശിക്കപ്പെടാനും ഇടയുണ്ട് എന്ന് ചില സുഹൃത്തുക്കൾ എനിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു. അതനുസരിച്ച് വളരെ ശ്രദ്ധയോടെയാണ് തിരുവനന്തപുരത്ത് ഞാൻ വാക്കുകൾ ഉപയോഗിച്ചിരുന്നത്. എന്നിരുന്നാലും ചില അവസരങ്ങളിൽ ചില വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വീണുപോയി. അത് കിട്ടിയ സഹപ്രവർത്തകർ അത് ഉപയോഗിച്ച് ഉത്സവം തന്നെ നടത്തിയിട്ടുണ്ട്. എന്നെ വേണ്ടുവോളം കളിയാക്കിയിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് വിദേശവാസം തുടങ്ങിയ അവസരത്തിൽ വിദേശ നാടുകളിൽ രാഷ്ട്രഭാഷയും ആംഗലേയ ഭാഷയും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രായോഗികമായി അവ ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതിലെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏത് ഭാഷയും അങ്ങനെ തന്നെയാണ്. ഉപയോഗിക്കുന്ന അവസരത്തിൽ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മാതൃഭാഷ. കാരണം അത് നമ്മുടെ കളിത്തൊട്ടിലാണ്. അമ്മയുടെ അമ്മിഞ്ഞ പാല് പോലെ ആദ്യം നുകരുന്നത് നമ്മൾ മാതൃഭാഷയാണ്.
ആ മാതൃഭാഷ പിന്നീട് കാലം കടന്നു പോകുമ്പോൾ എവിടെയോ നമ്മൾ കൈവിട്ടു പോകുകയോ മറന്നു വെച്ച് പോവുകയോ ആണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ രാവിലെ ഉണരുന്ന ഒരുപാട് ആളുകളുള്ള ഒരു കൂട്ടായ്മയിൽ അംഗമാണ്. അവിടെ ഓരോ വിഷയത്തിലും ഓരോ പ്രഭാതത്തിൽ ചർച്ചകൾ നടക്കാറുണ്ട്. ആ ചർച്ചയിൽ പങ്കെടുത്ത് എൻ്റേതായ ആശയം സംവേദനം ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത്തരം ആശയങ്ങളിൽ ചിലത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അവരത് കേട്ട് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ചിലർക്കത് ഇഷ്ടമാണ് താനും. ആ അവസരത്തിൽ ബോധപൂർവവും അല്ലാതെയും ഒരുപാട് ആംഗലേയ പദങ്ങൾ ആ ഭാഷണത്തിൽ വന്നു പോവാറുണ്ട്. അത്തരം ഒരു ഭാഷണം ഞാൻ അയച്ചു കൊടുത്തത് കേട്ടിട്ടാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള എൻ്റെ ഈ സുഹൃത്ത് ഇങ്ങനെ ഒരു ആവശ്യം എന്നോട് ഉന്നയിച്ചത്. അന്നേരം എനിക്ക് തോന്നിയത് എനിക്ക് തന്നെ സ്വയം ഒരു പരീക്ഷ നടത്തണം എന്നുള്ളതാണ്. എഴുതി തയ്യാറാക്കി മലയാള പദങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ ഒരു പ്രഭാഷണം നടത്തുന്നത് എളുപ്പമാണ്, ആർക്കും അതിന് കഴിയും. എന്നാൽ നേരിട്ട് ഒരു രൂപരേഖയില്ലാതെ എഴുതി തയ്യാറാക്കാതെ അന്നേരം വായിൽ വരുന്നത് പറയുന്ന ഒരു രീതി ശ്രമിച്ചു നോക്കി അതിൽ എത്ര ശതമാനം വിജയം കൈവരിക്കാൻ കഴിയും എന്ന് സ്വയം ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ ഭാഷണം. അക്ഷര സ്ഫുടത എന്നുള്ളത് മലയാളം അധ്യാപകരിൽ നിന്ന് ചെറുപ്രായത്തിൽ കുറേയൊക്കെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലാണ് പല മലയാളം അധ്യാപകരും ഭാഷ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനുള്ള അനുഗ്രഹം എനിക്ക് അവരിൽ നിന്ന് ലഭിക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നീട് കാലഘട്ടത്തിൽ മലയാള പദങ്ങൾ ഉപയോഗിച്ചുള്ള ഭാഷണങ്ങളോ ആശയ സംവേദനമോ ഒക്കെ കുറഞ്ഞു വന്നു. എന്നാലോ ആംഗലേയ പദങ്ങൾ മാത്രം ഉപയോഗിച്ച് അതിൽ ഉന്നതിയിലുള്ള ഒരു ഭാഷണം നടത്താൻ കഴിഞ്ഞോ? അതൊട്ടില്ല താനും. കുറേയൊക്കെ വിജയിച്ച് കാണും. എന്നാലും പരിപൂർണ വിജയം ഉൾക്കൊള്ളുന്ന വ്യാകരണ സംഹിത ഉൾപ്പെടുത്തിയുള്ള ഭാഷണങ്ങൾ മിക്കപ്പോഴും പറ്റാറില്ല. അത് രാഷ്ട്രഭാഷ ആയിരുന്നാലും ആംഗലേയ ഭാഷ ആയിരുന്നാലും ഇനി മലയാള ഭാഷ ആയിരുന്നാലും. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ ഒരു പാട്ട് ഞാൻ എൻ്റെ സഹപാഠിനി കൂടിയായ ഒരു വ്യക്തിക്ക് അയച്ചു കൊടുത്തിരുന്നു. അവർക്കത് ഇഷ്ടപ്പെടുകയും എന്നോട് അഭിപ്രായം പറയുകയും ചെയ്തു. പക്ഷേ ആ പാട്ടിലെ ഒരു പദം ഉപയോഗിച്ചത് കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ പാട്ടിൻ്റെ മൂല്യം വളരെ നന്നായേനെ എന്ന് അവരെന്നെ അറിയിക്കുകയുണ്ടായി. ഞാൻ ആ ഭാഗം ഒന്നുകൂടി പരിശോധിച്ചപ്പോൾ ആ കാര്യം പറഞ്ഞത് 100% ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. കാരണം അക്ഷര സ്ഫുടത നമ്മൾ പാലിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ മാതൃഭാഷയെ ആര് രക്ഷിക്കും? അത് പരിപോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അത് നമുക്ക് തന്നെയാണ്. എൻ്റെ സുഹൃത്തുക്കളുടെ ചോദ്യം പ്രസക്തമാകുന്നതും അതിന് മൂല്യം കൂടുന്നതും ഇവിടെയാണ്. മലയാള പദങ്ങൾ ഉപയോഗിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക എന്നത് ഒരു മോശമായ കാര്യമൊന്നുമല്ല. അതിന് ശ്രമിച്ചാൽ നമുക്കതിന് കഴിയും. കാരണം മലയാളത്തിന് മാതൃഭാഷയ്ക്ക് അതിൻ്റേതായ മഹത്വമുണ്ട്. മറ്റു ഭാഷയ്ക്കും അങ്ങനെ തന്നെയാണ്. ഓരോ വ്യക്തിയും പിറന്നു വീഴുന്നത് ഓരോ സ്ഥലത്താണല്ലോ. അവിടുത്തെ മാതൃഭാഷയാണ് അവർ ഉപയോഗിക്കുന്നതും പഠിക്കുന്നതും. എൻ്റെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്. അവർ വളരെ ഭംഗിയോടെ തമിഴ് ഭാഷ ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 10.5 എന്നൊക്കെ അവർ കൃത്യതയോടെ പറയുന്നത് ഞാൻ അത്ഭുതത്തോടെ വീക്ഷിച്ചിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങൾ ധാരാളം പ്രചാരത്തിലുള്ളത് കൊണ്ട് അവരിലൂടെ നമ്മൾ കേൾക്കുന്ന ഭാഷ നമ്മെ സ്വാധീനിക്കുക സാധാരണമാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷ പ്രയോഗങ്ങൾ പദങ്ങളൊക്കെ അറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്നതും നമ്മുടെ ശീലമായി മാറുന്നതും ഒരു പതിവാണ്. അതൊന്നും ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നാൽ മാതൃഭാഷയ്ക്ക് എപ്പോഴും ഒരു പ്രാധാന്യമുണ്ടെന്നും നമ്മുടെ ഉപയോഗത്തിൽ അതിനോട് ഒരു വന്ദനയോടെ ഒരു നന്ദിയോടെ അതിനെ സ്മരിക്കേണ്ടതുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. മണ്ണിൽ നിന്ന് ജന്മം
സിദ്ധിച്ച നമ്മൾ മണ്ണിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ്. മാതൃഭാഷയും മണ്ണും നമ്മുടെ ജീവനും ജീവിതവുമാണ്. ആ അർത്ഥത്തിൽ മാതൃഭാഷയുടെ പദവി ഉന്നതിയിലുള്ളതാണ്. മാതൃസ്ഥാനം തന്നെയാണ് മാതൃഭാഷയ്ക്കുള്ളത്. ഭാഷയുടെ ഉപയോഗം നല്ല രീതിയിലാകുമ്പോൾ അതിന് അഴക് കൂടുന്നു, അതിന് സ്വീകാര്യത വർദ്ധിക്കുന്നു, അത് നമ്മളെ ആനന്ദിപ്പിക്കുന്നു, അത് നമുക്ക് സംതൃപ്തിയേകുന്നു. മലയാള പദങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഭാഷണം കേൾക്കുമ്പോഴും അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അപൂർവമായ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ രണ്ട് സുഹൃത്തുക്കൾക്കുമുള്ള ഒരു സമർപ്പണമായിട്ടാണ് ഈ ഭാഷണമെങ്കിലും ഞാൻ ഇതിനോട് ചേർന്ന് ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായ കാര്യം കൂടി അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. മലയാളം മാതൃഭാഷ പരിശീലന പരിപാടി നടത്തിയിരുന്ന സ്ഥാപനത്തിൽ ഞാൻ ഔദ്യോഗികമായി ജോലി ചെയ്തിരുന്ന അവസരത്തിൽ ആ പരിശീലന പരിപാടികളിൽ പങ്കെടുക്കാൻ വരുന്ന പരിശീലനാർത്ഥികൾ ചില സംശയങ്ങൾ അധ്യാപകരോട് ചോദിക്കാറുണ്ട്. ഒരുപാട് പദങ്ങൾ ഉപയോഗിച്ച് മലയാളിത്തം വന്നിട്ടുണ്ട്. ആ പദങ്ങൾക്ക് പകരം പിന്നെ ഒരു മലയാള പദം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതാണ് ഒരു സംശയം. മറ്റൊന്ന്, എല്ലാ ആംഗലേയ പദങ്ങൾക്കും തുല്യമായ മലയാള വിവർത്തനങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ബുദ്ധിമുട്ടാണ്. ഇനി അഥവാ കിട്ടിയാൽ അത് കേട്ടാൽ മലയാളിക്ക് മനസ്സിലാവാത്ത അവസ്ഥയുമുണ്ട്. പിന്നെ എങ്ങനെ ഇത് സാധ്യതപ്രായമാവും എന്നാണ് അവർ ചോദിച്ചിരുന്നത്. അതിനുള്ള മറുപടി പരിശീലനം നൽകുന്നവർ കൊടുക്കാറുള്ളത്, ഉപയോഗിച്ച് മലയാളിത്തം വന്ന പദങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിച്ചോളൂ, അത് മാറ്റാൻ നിങ്ങൾ വാശി പിടിപ്പിക്കേണ്ട. കേൾക്കുന്ന ആൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാതെ ആശയം മനസ്സിലാകുന്ന രീതി ഉപയോഗിക്കണം എന്നത് മാത്രമാണ് മലയാളം മാതൃഭാഷ പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. ആ അർത്ഥത്തിൽ മാത്രം അതിനെ കണ്ടാൽ മതി എന്നായിരുന്നു അവരുടെയൊക്കെ മറുപടി. അത് 100% ശരിയുമാണ്. മലയാളം ഉപയോഗിക്കും തോറും മഹിമ വർദ്ധിക്കുന്ന ഒന്നാണ്. പക്ഷേ ഉപയോഗം മറന്നാലോ അതിന് മഹിമ നഷ്ടപ്പെടുകയും ചെയ്യും. ആരാണ് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത്? മുതിർന്ന തലമുറ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വളർന്നു വരുന്ന തലമുറ അത് പഠിക്കുന്നത്? കണ്ടും കേട്ടും പഠിക്കുന്നത് കൂടിയാണല്ലോ ജീവിതം. അതിനുള്ള അവസരങ്ങൾ, വേദികൾ കുറഞ്ഞു വരുമ്പോൾ പിന്നെ എങ്ങനെ ഭാഷ വളരും? ഭാഷ വളരാതെ എങ്ങനെ നാം നമ്മുടെ ഭാഷയെ സ്നേഹിക്കും? എങ്ങനെ മൂല്യമുള്ള ഉത്കൃഷ്ടമായ കൃതികളും ആശയങ്ങളും ഉടലെടുത്തു വരും? അതിനൊക്കെ മാതൃഭാഷയെ സ്നേഹിക്കണം. മാതൃഭാഷ അത്രത്തോളം ഭംഗിയുള്ളതാണ്, അത്രത്തോളം മൂല്യമുള്ളതാണ്. അതിൽ ഭാഷണം നടത്താൻ ആംഗലേയ പദങ്ങളില്ലാതെ അത് ഉപയോഗിക്കാൻ പരിശീലിക്കുമ്പോഴാണ് അതിൽ പ്രാവീണ്യം നേടാൻ കഴിയുക. പ്രാവീണ്യം എന്നുള്ളത് ഒരു നിരന്തര പരിശീലനത്തിലൂടെ വന്നു ചേരുന്ന കഴിവാണ്. അതിന് ശ്രമിക്കാതെ എങ്ങനെയാണ് അത് വന്നു ചേരുക? എൻ്റെ സുഹൃത്തുക്കൾ ഒരു കണക്കിന് എൻ്റെ കണ്ണ് തുറപ്പിക്കുകയാണ് ഈ ചോദ്യം ചോദിച്ച് ചെയ്തിട്ടുള്ളത്. അവരോട് അതിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുന്നു. എന്നെ കേൾക്കുന്ന മറ്റു ചില സുഹൃത്തുക്കളോടുമായി എനിക്ക് പങ്കുവെക്കാനുള്ള ഒരു കാര്യം, വല്ലപ്പോഴും നമുക്കും മലയാളത്തിൽ മാത്രം ആംഗലേയ പദങ്ങൾ ഉൾപ്പെടാതെ ആശയങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിച്ചു നോക്കിക്കൂടെ? ഭംഗിയോടെ സ്ഫുടതയോടെ സംസാരിക്കാൻ ഒരു എളിയ ശ്രമമെങ്കിലും ഉണ്ടായിക്കൂടെ? അതിലൂടെ കിട്ടുന്ന സന്തോഷം, ആനന്ദം അതൊക്കെ സ്വീകരിച്ചുകൂടെ? സാധ്യതകളുണ്ട്. തിരക്ക് പിടിച്ച ജീവിതത്തിലും നമുക്ക് മറന്നു പോകാൻ പറ്റാത്ത, നമ്മൾ ചേർന്ന് നിൽക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മണ്ണിൽ ചവിട്ടി നടക്കുക, പ്രകൃതിയെ അറിയുക, മലയാള ഭാഷയെ സ്നേഹിക്കുക, ആശയങ്ങൾ വ്യക്തതയോടെ പറയുക, അത് സംശയലേശമന്യേ പ്രകടിപ്പിക്കുക. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ നമുക്ക് തന്നെ കൂടുതൽ ഉന്നതിയും തൃപ്തിയും കൈവരികയാണ് ചെയ്യുക.
ഭാഷയെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഭാഷ തിരിച്ച് നമ്മളെയും സ്നേഹിക്കാൻ തുടങ്ങും. ചില എഴുത്തുകാരും പറയാറുണ്ട്, നല്ല പദങ്ങൾ വന്നു ചേരുന്നില്ലല്ലോ, അതിനുള്ള അവസരം എല്ലായ്പ്പോഴും ഉണ്ടാകുന്നില്ലല്ലോ എന്നൊക്കെ. നമ്മുടെ പല പ്രസിദ്ധ കവികളും വ്യാകരണത്തോടെ വ്യക്തതയോടെ എഴുതാൻ കഴിഞ്ഞിരുന്നത് മലയാള സാഹിത്യത്തോടും ഭാഷയോടും അവർ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന അടങ്ങാത്ത പ്രണയമായിരിക്കാം. അതൊക്കെ അവർക്ക് അനുഗ്രഹവർഷമായി അവരുടെ മനസ്സിലൂടെ വിരലുകളിലൂടെ വരികളായി വന്നിട്ടുള്ളത്. എഴുത്തുകാരിൽ പല പ്രതിഭകൾക്കും ഭാഷ വളരെ ഭംഗിയായി ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. വലിയ ഉന്നത വിദ്യാഭ്യാസം നേടാത്തവർക്ക് വരെ അതിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടായിരുന്ന അടങ്ങാത്ത പ്രണയമായിരിക്കാം ആ സിദ്ധി അവർക്ക് നേടിക്കൊടുത്തത്. ഭാഷയെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളത് മറ്റു ഭാഷകളെ അവഗണിക്കുക എന്നല്ല, മാതൃഭാഷയ്ക്ക് അതിന് ഉതകുന്ന സ്ഥാനവും വലിപ്പവും മനസ്സിലും ഹൃദയത്തിലും ജീവിതത്തിലും കൊടുക്കുക എന്നുള്ളതാണ്. മാതൃഭാഷ വിട്ട് മറ്റേത് ഭാഷയിൽ പ്രാവീണ്യം നേടിയാലും അത് മാതൃഭാഷയോളം വരില്ല. നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. മണ്ണിൽ നിന്ന് വേറിട്ട് നമുക്കൊരു ജീവിതമില്ല. ഒടുവിൽ മടങ്ങേണ്ടത് മണ്ണിലേക്ക് തന്നെയാണ്. ഏതായാലും എന്നെ കേൾക്കുന്ന, ഈ ഭാഷണം ശ്രവിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട്. ഇത് കേട്ട് ഇതിന് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. അങ്ങനെ തോന്നിയാൽ അതും ആംഗലേയ പദങ്ങളില്ലാതെ മലയാള ഭാഷ കഴിയുന്നതും ഭംഗിയോടെ സ്ഫുടതയോടെ ഉപയോഗിച്ച് ഒരു മറുപടി തരാൻ ശ്രമിച്ചു നോക്കൂ. ചിലപ്പോൾ അതൊരു നല്ല തുടക്കമായി വന്നേക്കാം. എല്ലാവർക്കും ഈ അഭിപ്രായം ഇഷ്ടപ്പെടും എന്ന് തോന്നുകയാണ്. മലയാളത്തിൽ മാത്രം ആംഗലേയ പദങ്ങളില്ലാതെ കുറച്ച് സമയം സംസാരിക്കാൻ കഴിയുമോ എന്നോട് ചോദിച്ച സുഹൃത്തുക്കൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ചിന്തയെ ആ വഴിയിലേക്ക് നയിച്ച അവരുടെ വീക്ഷണത്തെ ഞാൻ നമിക്കുന്നു. അതോടൊപ്പം മാതൃഭാഷ വളരാൻ ഇടയാകുന്ന, അതിനെ നമിക്കുന്ന സമീപനങ്ങൾ മുതിർന്നവരിൽ നിന്നും പുതുതായി വളർന്നു വരുന്ന തലമുറയിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലയാളത്തിൽ എന്തെങ്കിലും പറയാനും എഴുതാനും എന്നെ പ്രാപ്തമാക്കിയ എൻ്റെ എല്ലാ ഗുരുനാഥന്മാരെയും നമിച്ചുകൊണ്ട്, അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആശയം അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട നിങ്ങൾ അഭിപ്രായം മലയാള പദങ്ങൾ സ്ഫുടതയോടെ പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൃഷ്ണൻ. നന്ദി, നമസ്കാരം.